സോ എല്ലാവരുടെയും ആഗ്രഹമാണ് ഫുൾ ടൈം ഒരു ട്രേഡർ ആകുക, ഫ്രീഡം അല്ലേ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ബിസിനസ് ചെയ്യാം, ട്രാവൽ ചെയ്യാം, പിന്നെ 2 ട്രേഡ് എടുത്തതിന് ശേഷം ഫാമിലിയുടെയും കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം, ചുമ്മാ നടക്കാം, ചുമ്മാ ഇരിക്കാം, പടം കാണാം. ഇറ്റ്സ് ഓൾ ഫാൻസി ലൈക്ക്. കേൾക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ഇച്ചിരി പാടാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇച്ചിരി പാടാണ്. കുറച്ചൊന്ന് ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഫ്രീഡം നിങ്ങളുടെ കയ്യിലേക്ക് വരും. അന്നേരം അത് എൻജോയ് ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്. സോ വൈ ഈസ് ഇറ്റ് സ്കെയറി എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻ്റെ തന്നെ സ്റ്റോറി വെച്ചിട്ട് പറയാം. ഞാൻ ഫുൾ ടൈം ആയിട്ട് ട്രേഡിങ്ങിനകത്തോട്ട് കയറിയതാണ്. അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസ് ഡിസ്കസ് ചെയ്യാം, പിന്നെ പ്രോസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എപ്പോഴാണ് ഐഡിയൽ ടൈം, എപ്പോഴാണ് കറക്റ്റ് ടൈം ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ടൈം എന്താണെന്നുള്ളതും കൂടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് എ ഹോൾ വീഡിയോ. ഞാൻ ട്രേഡിങ്ങിനകത്തോട്ട് കയറുന്നത് 2023 ഒരു ജോലി ഉണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി നമുക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള സ്കീമിലാണ് ഞങ്ങൾ ട്രേഡിങ് പഠിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞങ്ങൾ ഇതിനകത്ത് കയറുകയായിരുന്നു ചെയ്തത്. സോ ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പം ഞാൻ എന്തിൻ്റെ ധൈര്യത്തിൻ്റെ പേരിലാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തതെന്നുള്ളത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് നിന്ന് ചിന്തിക്കുമായിരുന്നു. ഐ വാസ് ഡിസ്കസിങ് ഇറ്റ് വിത്ത് മൈ ഫ്രണ്ട് ടു. നമുക്ക് ഒരു ധാരണയില്ലാതെ എന്നാൽ നമുക്കിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഐ നെവർ തോട്ട് ഐ കുഡൻറ്റ്. അങ്ങനെ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണമാണ് ഇതിനകത്തോട്ട് വന്നത്. സോ ദ കോൺസ് അല്ലെങ്കിൽ ദ നെഗറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അൺസർട്ടൺ ആയിരുന്നു. എന്ന് സക്സസ്ഫുൾ ആകുമെന്ന് ഒരു ധാരണയില്ല. ജസ്റ്റ് ഒരു ഹോപ്പിൻ്റെ പേരിലായിരുന്നു ഞങ്ങളിത് ഫുൾ ടൈമിനകത്തോട്ട് കയറിയത്. സോ ഇപ്പോൾ ഒരു പ്രഷറും അതിൻ്റെ കൂടത്തിൽ ബിൽഡായി. ബിക്കോസ് നമ്മുടെ വീട്ടുകാർക്കറിയാം നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യം. അവർ ചോദിച്ചിരിക്കും എന്തായി നമുക്കൊന്നും പറയാനൊരു ഉത്തരവില്ലല്ലോ, എന്നാകും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഉത്തരവില്ല. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ പ്രഷർ. അൺസർട്ടൺ ആയിരുന്നു. ചിലരുടെ കേസിൽ 2 വർഷം 3 വർഷം കൊണ്ട് സക്സസ്ഫുൾ ആവുന്നവരുണ്ട്, ചിലർ 5 വർഷം എടുത്ത് സക്സസ്ഫുൾ ആവുന്നവരുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് നിർത്തി പോകാനുള്ള ചാൻസും ഉണ്ട്. സോ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഭയങ്കരമാണ് ട്രേഡിങ്ങിനകത്ത്. ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ബാക്കപ്പ് ജോലിയോ അല്ലെങ്കിൽ വേറെ നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് പുട്ട്സ് അപ്പ് എ ലോട്ട് ഓഫ് പ്രഷർ. സോഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞ കാര്യം ഒരുപാടുണ്ട്. സോ ഇറ്റ്സ് സ്കാരി. ബിക്കോസ് ആരോടും നമുക്ക് നാളെ നമ്മൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു മാസം കൂടെ എടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഒരു 2 വർഷം കൊണ്ട് നിങ്ങൾക്കത് തിരിച്ച് ബ്രേക്ക് ഈവനിലാക്കാം അല്ലെങ്കിൽ നഷ്ടമില്ലാതെ ആക്കാൻ പറ്റും എന്നുള്ളൊരു ശകലെങ്കിലും കോൺഫിഡൻസ് നിങ്ങൾക്ക് പറയാനെങ്കിലും കാണും. പക്ഷേ ട്രേഡിങ്ങിനകത്ത് അതും കൂടെ പറ്റില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ചിലപ്പോൾ വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ക്യാപിറ്റൽ ഇടണം. സോ ബ്രേക്ക് ഈവൻ എന്നുള്ള സ്റ്റേജ് പോലും നിങ്ങൾക്ക് എന്നാന്നുള്ളത് അറിയത്തില്ല. പിന്നെ സ്കേറി പാട്ടെന്ന് പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു. ട്രേഡിങ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ട്രേഡിങ് എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. സോ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഒരു മോഡൽ കിട്ടാൻ അല്ലെങ്കിൽ ICT ആണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതെന്ന് എനിക്ക് തീരുമാനിക്കാനും പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടിഫുൾ തിങ്. അത് പറ്റിയില്ലായിരിക്കും ഞാൻ ഇത് ചെയ്തേനെ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനും ട്രേഡിങ്ങിനകത്തോട്ട് കയറുന്നത്. ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏതാണ് എന്തെടുക്കണം എന്നുള്ളതൊന്നും ഒരു ധാരണയില്ല. ആൻഡ് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് സ്കെയർ ദാറ്റ് ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ. അതിനകത്തോട്ട് ഫുൾ ടൈം കയറാൻ കാണിച്ചൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരു ധാരണയില്ലാതെ അതിനകത്തോട്ട് കയറി ആൻഡ് ഇപ്പം ഫിഗർ ഔട്ട് ചെയ്തു. സോ ഐ ഫീൽ ഹാപ്പി ദാറ്റ് ഐ ഫിഗർഡ് ഇറ്റ് ഔട്ട്. സോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സാണ്. എനിക്ക് ഈവൻ ദോ ഞാൻ ഫുൾ ടൈം ആയിട്ട് കയറിയെങ്കിൽ പോലും ആ സ്കേറി സൈഡ് അല്ലാത്തൊരു സൈഡും കൂടെ ഉണ്ടായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ദിസ് ജേർണി വിത്ത് മൈ ഫ്രണ്ട്. അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈക്വലി ഇമോഷൻസ് ഷെയർ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളതുകൊണ്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. പക്ഷെ എല്ലാവരുടെയും കേസിൽ അതല്ല. ഫുൾ ടൈം ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മിക്കവരും സോളോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേനും ഒറ്റയ്ക്കുള്ള ജേർണി കുറച്ച് ടഫാണ്. ബട്ട് യു വിൽ ബി ബിൽഡ് ഡിഫറെൻറ്റ്. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ. ബട്ട് ഇച്ചിരി ടൈം എടുക്കും. സോ ഇമോഷൻ സപ്പോർട്ടിൽ എനിക്ക് ആളുണ്ടായിരുന്നു. ആൻഡ് ഫാമിലി സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഓക്കെ ആയിരുന്നു. ബിക്കോസ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആൻഡ് എനിക്കും ഇത് പറ്റും എന്നുള്ള വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഓൾ ഓക്കെ.
പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കപ്പിന് എനിക്ക് ഫണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ആക്ച്വലി നല്ലൊരു റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു. 2 വർഷം എനിക്ക് ജോലി ഇല്ലെങ്കിലും ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്കൊരു ഫണ്ടും കൂടെ എനിക്ക് ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സോ അതുകൊണ്ടാണ് ആദ്യം എന്ന് വെച്ചാൽ സ്കെയറി ആയിരുന്നു എന്ന് വെച്ചാൽ ആണ്, ഇപ്പോഴും ആണ്. പക്ഷേ എൻ്റെ കേസ് ആയിരിക്കില്ല നിങ്ങൾക്ക്, ബിക്കോസ് പലരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, പലരുടെയും ട്രേഡിങ് ജേർണിയെ ഡിഫറെൻ്റ് ആണ്. എനിക്കുള്ള അത്രയും ഈസ് ഓഫ് ഡൂയിങ് നിങ്ങൾക്ക് കാണില്ല. ചിലപ്പോൾ എന്നെക്കാളും ഈസ് ഓഫ് ഡൂയിങ് നിങ്ങൾക്ക് കാണും. ചിലപ്പം നിങ്ങൾക്ക് നല്ല പ്രഷറിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫിഗർ ഔട്ട് ചെയ്യണം, ജോലിയിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ, ഫാമിലി, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഇതിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ട്രേഡിനെ അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ട്രേഡിങ് ജേർണി അഫക്റ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ യൂഷ്വലി എടുക്കേണ്ട സമയത്തിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും സക്സസ്ഫുൾ ആവുന്നത്. സോ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിക്സ് യുവർ ഫൈനാൻസസ്. സോ എനിക്ക് 2 വർഷത്തെ ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊരു 2-3 വർഷത്തെ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെച്ച് സ്റ്റേബിളാണ്, എനിക്കിപ്പം ജോലിയിൽ നിന്ന് ഇറങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അകത്തു നിന്ന് ഇറങ്ങുക. നിങ്ങളിപ്പം അങ്ങനെ ഫാമിലി, അങ്ങനെ വേറെ പ്രഷർ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, സോ നിങ്ങൾക്ക് നിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തെ ബാക്കപ്പ് പ്ലാൻ മതിയായിരിക്കും. വേറെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ലോണോ EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഫൈനാൻസ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡിങ്ങിനകത്തോട്ട് കയറാവുള്ളൂ, ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട്. ബിക്കോസ് ട്രേഡിങ്ങിനകത്തോട്ട് വന്ന ഉടനെ പൈസ ഉണ്ടാക്കി ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. അത് തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 2 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ എടുക്കും ഇതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ 2 മാസം കൊണ്ട് ട്രേഡിംഗ് പഠിപ്പിച്ച് എന്തോ ആക്കി തരാമെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ ഒന്നും വിശ്വസിക്കാതിരിക്കുക. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ടെക്നിക്കൽസൊക്കെ പഠിപ്പിച്ച് തരാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഇമോഷൻസ്, പിന്നെ ഉള്ളത് ഇമോഷണൽ കൺട്രോളാണ്. ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിനകത്തും സക്സസ്ഫുൾ ആവില്ല. യു വിൽ ഫെയിൽ, ബിക്കോസ് അതാണ് അതിൻ്റെ ബേസ് കോർ. നിങ്ങൾ ടെക്നിക്കൽസ് ഒരു 10% ഉള്ളൂ, ബാക്കി 90% നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ഒരു മെച്യൂരിറ്റിയുമാണ് ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ സർവൈവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇമോഷണൽ ബാലൻസ് ഇല്ലാതെ ഇതിനകത്തൊരു കയറില്ല. ഫിക്സ് യുവർ സിറ്റുവേഷൻസ് അറൗണ്ട് യു. നിങ്ങളുടെ ഫാമിലി ആവാം, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്സ്, എനിവൺ, റിലേഷൻഷിപ്സിനെല്ലാം ഇതിനെ ബാധിക്കും. ബിക്കോസ് എനിത്തിങ് ദാറ്റ്സ് സറൗണ്ടിങ് യു വിൽ അഫക്റ്റ് യുവർ ട്രേഡിങ്. ഒരു ലൂപ്പ് പോലെയാണ്. ഇന്നത്തെ മൂഡ് അനുസരിച്ച് ആയിരിക്കും വൈകുന്നേരം നിങ്ങൾ എടുക്കുന്ന ട്രേഡിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫിക്സ് യുവർ മൂഡ്സ്. അങ്ങനെ ഓവർ പ്രഷർ ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് കയറാൻ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നിങ്ങൾക്കൊരു സെറ്റപ്പ് വേണം. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ട്രേഡിങ് ഫുൾ ടൈം ആയിട്ടൊക്കെ എടുക്കാവുള്ളൂ. ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഒരു ധാരണയില്ലാതൊക്കെ പോയി ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, ഫുൾ ടൈമിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊന്നും കാണില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലേൺ എ പ്രോപ്പർ സെറ്റപ്പ്. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യുക, ജേർണൽ ചെയ്യുക. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എ ഫ്യൂ മന്ത്സ് ഓർ എ ഇയർ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളപ്പം ഗോ ഓൾ ഇൻ. അല്ലെങ്കിൽ 1-2 പേ ഔട്ട്സ് എടുക്കുമോ, ഒരു 5 പേ ഔട്ടൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട് കൺവേർട്ട് ചെയ്തു. ദാറ്റ്സ് ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സർട്ടനിറ്റി കാണും, എനിക്കിത് പറ്റും, ഇറ്റ്സ് പോസിബിൾ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതും കൂടെ ഉള്ളപ്പം ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസിയർ. അപ്പം ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള ഫാക്ടറിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫൈനാൻസ് അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെക്കുക ബിഫോർ യു ഗോ ഇൻ ടു ഫുൾ ടൈം ട്രേഡിംഗ്. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ സോഷ്യൽ പ്രഷർ നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക. അത് ഇച്ചിരി പാടാണ്, എന്നാലും കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ മച്യൂർ ആയിരിക്കാൻ നോക്കുക. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ലേൺ ട്രേഡിംഗ് പ്രോപ്പർലി. ട്രേഡിംഗ് പ്രോപ്പർലി പഠിക്കാതെ ഇതിനകത്തോട്ട് ഫുൾ ടൈം എന്നുള്ള ഓപ്ഷൻ കൺസിഡർ പോലും ചെയ്യില്ല. ദാറ്റ് വുഡ് ബി ദ ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ. ചിലർക്ക് ചിലപ്പോൾ ലക്കിലി വർക്ക് ചെയ്തേക്കാം, എനിക്ക് വർക്ക് ചെയ്ത പോലെ. ബട്ട് അല്ലാത്ത ചിലർക്ക് അത് വർക്ക് ചെയ്യണമെന്നില്ല. സോ ഡോണ്ട് റിസ്ക് ഇറ്റ് ഓൺ ഹോപ്പ്. അത് ചിലപ്പോൾ വർക്ക് ചെയ്യാതിരിക്കും എന്നുള്ള പ്രതീക്ഷ കാരണം മാത്രം അതിനകത്തോട്ട് പോയി കയറി ഡോണ്ട് മെസ് ഇറ്റ് അപ്പ്. ഓക്കെ. സോ ഈ 3 കാര്യങ്ങൾ സർട്ടൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡിങ്ങിനകത്തോട്ട് കയറാം. അതർവൈസ് ഇറ്റ് വുഡ് ബി സ്കെറി. അൺസർട്ടനിറ്റി എന്നുള്ള മെയിൻ ഫാക്ടറാണ് അതിനകത്ത് പറയാനുള്ളത്. ബിക്കോസ് യു ഡോണ്ട് നോ വെൻ യു ആർ ഗോൺ ബി സക്സസ്ഫുൾ, വെൻ യു ആർ ഗോൺ ബി മേക്കിംഗ് മണി. സോ ആ അൺസർട്ടനിറ്റി കാരണം പ്രഷർ ബിൽഡ് ചെയ്യും. ആ പ്രഷർ ബിൽഡ് ചെയ്യുന്ന കാരണം നിങ്ങളുടെ ട്രേഡിനെ അഫക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി വലിച്ച് നീട്ടിക്കൊണ്ട് പോകും.
അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാനൊരു ഫെയിലിയറാണ്, എന്നെക്കൊണ്ട് പറ്റിയ പരിപാടിയല്ലെന്ന് ഓർക്കും. ഇതിട്ട് ചെയ്യും. ദാറ്റ്സ് ഹൗ മോസ്റ്റ് പീപ്പിൾ ഫെയിൽ. സോ ഫിഗർ തിങ്സ് ഔട്ട് ബിഫോർ യു ഗോ ഇൻ ഫുൾ ടൈം ട്രേഡിംഗ്. സോ ബൈ.